നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരു വെബ്സൈറ്റിനകത്ത്, പ്രത്യേകിച്ച് വേർഡ്പ്രസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിനകത്ത് ഓപ്പൺ ഗ്രാഫ് ഒരു ബേസിക് ലെവലിൽ ചെയ്യുന്നതിൻ്റെ പ്രാക്ടിക്കലാണ്. അപ്പം ഒരു വെബ്സൈറ്റ് വേർഡ്പ്രസ്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഹോസ്റ്റ് പ്ലഗിൻ പോലെയുള്ള പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് സാധാരണ SEO പ്രോസസ്സിനൊപ്പം തന്നെ നമ്മൾ സാധാരണ SEO പ്രോസസ്സിനകത്ത് ടൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടാവും, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ പേജിനകത്തുള്ള കണ്ടൻസിൻ്റെ ആങ്കർ ടെക്സ്റ്റ് ഇമേജ് ഒപ്റ്റിമൈസേഷനൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ OG ഒപ്റ്റിമൈസേഷൻ കൂടെ അതിൻ്റെ ബേസിക് ലെവൽ, അതായത് ഒരു ഫേസ്ബുക്ക് ടൈറ്റിൽ എങ്ങനെ കാണിക്കണം, ഫേസ്ബുക്ക് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കാണിക്കണം, ഉദാഹരണത്തിന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു ബ്ലോഗിനെയോ പോസ്റ്റിനെയോ ഒരു ആർട്ടിക്കിളിനെയോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ അതിൻ്റെ ടൈറ്റിൽ കാണിക്കണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ OGക്കകത്ത് ചെയ്യുക. ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഈ പ്രാക്ടീസ് ഈ ഹോസ്റ്റ് പ്ലഗിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വേർഡ്പ്രസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് വെബ്സൈറ്റിനകത്തും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രാക്ടിക്കലാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാക്ടിക്കൽ നമുക്ക് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പൺ ഗ്രാഫ് ടാഗുകൾ, OG ടാഗുകൾ അഥവാ ഓപ്പൺ ഗ്രാഫ് ടാഗുകൾ, ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോക്കോളിൻ്റെ ടാഗുകളുടെ പ്രത്യേകത, നമ്മുടെ വെബ് പേജിനെ നമുക്ക് ഒരു ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്തൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്നിപ്പറ്റിനകത്ത് ടൈറ്റിൽ എങ്ങനെ കാണിക്കണം, മെറ്റാ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കാണിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത് പോലെ നമ്മുടെ പേജിനെയോ ബ്ലോഗ് പോസ്റ്റിനെയോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു ബ്ലോഗ് പോസ്റ്റിനെ ആരെങ്കിലും ഫേസ്ബുക്കിനകത്തോ ലിങ്ക്ഡിനകത്തോ ട്വിറ്ററിനകത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ടൈറ്റിൽ കാണിക്കണം, എന്ത് ഡിസ്ക്രിപ്ഷൻ കാണിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഓപ്പൺ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ വേർഡ്പ്രസ്സിലുള്ള വെബ്സൈറ്റിനകത്ത് ഓപ്പൺ ഗ്രാഫ് ആഡ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഹൗ ടു കണ്ടക്ട് SEO ആൻഡ് കീവേഡ് റിസർച്ച് യൂസിങ് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ഈ ബ്ലോഗ് പോസ്റ്റിനകത്തുള്ള ഈ ബ്ലോഗ് പോസ്റ്റിനെ ഓപ്പൺ ഗ്രാഫ് ഒരു ബേസിക് ലെവലിൽ നമ്മൾ പ്ലഗിൻ ഉപയോഗിച്ച്, ഈ ഹോസ്റ്റ് പ്ലഗിനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹോസ്റ്റ് പ്ലഗിൻ തന്നെ SEO ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതേ പ്ലഗിനകത്തുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ബേസിക് OG ടാഗുകൾ, ഓപ്പൺ ഗ്രാഫ് ടാഗുകളും ട്വിറ്റർ കാർഡിൻ്റെ ടാഗുകളും ആഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും വേർഡ്പ്രസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്ലോഗിനകത്ത് SEO ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാം. ആദ്യമായിട്ട് ഈ ബ്ലോഗ് എഡിറ്ററിനകത്ത് ഓപ്പൺ ആക്കി ഞാൻ ഈ ബ്ലോഗിനകത്ത് ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കണ്ടന്റ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുന്ന, ഇത് ഓൾറെഡി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ SEO ഒക്കെ ഓപ്റ്റിമൈസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് പക്കയായി ചെയ്യുന്ന റീഡബിലിറ്റിയും SEO സ്കോറും ഒക്കെ പച്ചയായിരിക്കുന്നതാണ്. നമുക്കിവിടെ ഈ ഹോസ്റ്റ് SEO പ്ലഗിൻ്റെ അടുത്ത് തന്നെ ഇവിടെ സോഷ്യൽ എന്നുള്ള ഓപ്ഷനുണ്ട്. ഈ സോഷ്യൽ ഓപ്ഷനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OG ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ബ്ലോഗ് പോസ്റ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു ഇമേജിനെ OG ഇമേജായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഈ ഒരു ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് OG ഇമേജ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ സെലക്ട് ഇമേജ് കൊടുത്തിട്ട്, അപ്പോൾ അവിടെ സെലക്ട് ചെയ്യുന്നിടത്ത് ഫേസ്ബുക്കിനകത്ത് ഷെയർ ചെയ്യുമ്പോൾ കാണിക്കേണ്ട ഇമേജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇമേജ് നമ്മുടെ ലൈബ്രറിക്കകത്ത് ഉണ്ടാകും, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ ഈ ഇമേജിൻ്റെ ഡൈമെൻഷൻ വളരെ കുറവാണ്. ഒരു 200x200 പിക്സൽ വരുന്നൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു ഡൗട്ട് ഉണ്ടാകാം, നമ്മൾ OG ഇമേജായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇമേജ് ഏതെങ്കിലും കാരണവശാൽ വെബ്സൈറ്റിനകത്ത് കാണിക്കുമോ, ഒരു യൂസർ എടുക്കുന്ന പേജിനകത്ത് കാണിക്കേണ്ടാത്ത ഇമേജ് നമുക്ക് കൊടുക്കാം. ഉദാഹരണത്തിന് നമ്മളെ പേജിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ഇമേജ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആയിട്ടുള്ള, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, എന്നാൽ ആ ഇമേജ് നമ്മളെ പേജിനകത്ത് കാണിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഇമേജ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ OG ആയിട്ട് നമ്മുടെ പേജിനകത്ത് കാണിക്കേണ്ടാത്ത ഒരു ഇമേജിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ റീപ്ലേസ് എന്നിടത്ത് കൊടുത്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലൈബ്രറിക്കകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഈ പോസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇമേജ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ റെസൊല്യൂഷൻ വളരെ മോശമാണ്. എന്നാൽ തൽക്കാലം അത് തന്നെ ചെയ്യാം. ഞാൻ ആൾറെഡി ഇതിൻ്റെ OG ടൈറ്റിലൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ OG ടൈറ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനെ ജസ്റ്റ് ഇപ്പം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുന്നില്ല, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരു സെർച്ച് കൺസോൾ വഴി ഗൂഗിൾ കീവേഡ് റിസർച്ച് നടത്തുന്നതിനെ പറ്റിയുള്ള ടൈറ്റിലാണ്. അപ്പോൾ ഇത് ആരെങ്കിലും ഈ പോസ്റ്റിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ടൈറ്റിൽ കാണിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ പോസ്റ്റിനെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അവിടെ ടൈറ്റിൽ കാണിക്കണം, OGക്കകത്ത് എഴുതുന്ന നമ്മൾക്ക് അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇവിടെ മാസ്റ്ററിങ് SEO ആൻഡ് കീവേഡ് റിസർച്ച് വിത്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് എന്നാണ്
ഞാനിപ്പോൾ ഇവിടെ ടൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ആൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സമയം കൺസ്യൂം ചെയ്യാതിരിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ OGയുടെ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു 200 വേർഡ്സിനുള്ളിൽ 200 ക്യാരക്ടേഴ്സിനുള്ളിൽ കൊടുക്കുന്നതാണ് നല്ലത്. അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമ്മളിവിടെ കൂടുതൽ കൊടുത്താലും ഈ 200 ക്യാരക്ടേഴ്സ് വരെയൊക്കെ മിക്കവാറും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് കാണിക്കത്തുള്ളൂ. അപ്പം എന്നിരുന്നാലും നമുക്ക് അല്പം കൂടുതൽ കൊടുത്താലും ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ വേർഡ് കൗണ്ട് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് സെൻറ്റൻസുകൾ നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇൻ ദിസ് കോംപ്രഹെൻസീവ് ഗൈഡ് വി എക്സ്പ്ലോർ ദി പവർഫുൾ ക്യാപ്പബിലിറ്റീസ് ഓഫ് ഗൂഗിൾ സെർച്ച് കൺസോൾ ഫോർ കണ്ടക്ടിങ് എഫക്റ്റീവ് SEO ആൻഡ് കീവേഡ് റിസർച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ്, ആദ്യത്തെ 1-2 സെൻറ്റൻസ് ആ ടോപ്പിക്കിൽ വളരെ ക്ലിയർ ആയിട്ട് വരുന്ന ഒരു നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുന്ന, ആൾക്കാർക്ക് വളരെ ഹൃദ്യമാക്കുന്ന രീതിയിലുള്ള 2 സെൻറ്റൻസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന്, ഉദാഹരണത്തിന് നമ്മളെ പോസ്റ്റിന് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ, ഫേസ്ബുക്കിനകത്ത് ഷെയർ ചെയ്താൽ, നാച്ചുറലി ആരെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റ് കാണുന്ന ഒരാളിന് വിസിബിൾ ആകുന്ന ഡിസ്ക്രിപ്ഷൻ ഇതായിരിക്കും. അപ്പോൾ അത് അവർക്ക് താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അവർ ക്ലിക്ക് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്ന കണ്ടൻറ്റ്, അവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ വളരെ ഇമ്പ്രസീവ് ആയിരിക്കണം. ആ ടോപ്പിക്കുമായിട്ട് വളരെ റിലേറ്റഡ് ആയിരിക്കണം. ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് വരുന്ന ഒരുപാട് ആൾക്കാർ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇമ്പ്രസീവ് ആക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, SEOയ്ക്ക് അത് റാങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യും. ഇവിടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ എങ്ങനെ വേണമെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാം. ഈ കണ്ടൻറ്റ് പേജിനകത്ത് വരണമെന്ന് നിർബന്ധമില്ല. ഇനി പേജിനകത്ത് ഇതുപോലെ ഇമ്പ്രസീവ് സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. മെറ്റാ ഡിസ്ക്രിപ്ഷനകത്തും OG ഡിസ്ക്രിപ്ഷനകത്തും നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് വെബ് പേജിനകത്തുള്ള സെൻറ്റൻസ് ആകാം. ഇനി അതാകണമെന്ന് നിർബന്ധവും ഇല്ല. ഇനി നമുക്ക് ട്വിറ്റർ കാർഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണ് നമ്മൾ ഫില്ല് ചെയ്തത്. ഇനി ട്വിറ്റർ കാർഡ് കൊടുക്കുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ തന്നെ സെലക്ട് ചെയ്ത ഇമേജ് നമ്മുടെ ലൈബ്രറിക്കകത്തുണ്ട്, മീഡിയ ലൈബ്രറിക്കകത്തുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു ഇമേജ് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിന് ഓൾട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഉദാഹരണത്തിന് അതിനും സൈസ് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻ മിനിമം 3 ആണെന്നോ മാക്സിമം ഇത്രയാണെന്നും കൊടുക്കണം. വലിയ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് ട്വിറ്ററിനകത്തൊക്കെ നമ്മൾ ആർട്ടിക്കിൾ ആരെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കേണ്ട ഇമേജ് കുറച്ചുകൂടെ ഒരു ലാൻഡ്സ്കേപ്പ് സൈസ് ഇമേജ്, ഈ ഒരു ടൈപ്പ്, ഇത് സ്ക്വയർ അല്ലാതെ ലാൻഡ്സ്കേപ്പ് ടൈപ്പിലുള്ള ഒരു ഇമേജ് കൊടുക്കുന്ന വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് ആണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഇമേജ് കൊടുക്കാം. ഇപ്പോൾ അവിടെ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ട്വിറ്റർ കാർഡ്, അത് നമ്മുടെ പേജിനകത്ത് വരുന്ന ഇമേജ് ആകണം നിർബന്ധമില്ല, നമുക്ക് സെപ്പറേറ്റ് ഇമേജ് കൊടുക്കാം. ഇനി നമുക്ക് ട്വിറ്ററിൻ്റെ ടൈറ്റിൽ ഞാൻ കൺസെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മാസ്റ്ററിങ് SEO ആൻഡ് കീവേഡ് റിസർച്ച് വിത്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ആണ് ഞാൻ ടൈറ്റിൽ കൺസെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പോസ്റ്റിനെ ആരെങ്കിലും ട്വിറ്ററിലേക്ക് ഷെയർ ചെയ്യുമ്പം ഈ ടൈറ്റിലായിരിക്കും അവിടെ ഡിസ്പ്ലേ ആയി വരിക. ഇനി ട്വിറ്ററിന് കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 200 ക്യാരക്ടേഴ്സ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതനുസരിച്ചുള്ള, നമ്മൾ ഉപയോഗിക്കുന്ന UK ഇംഗ്ലീഷാണ് എനേബിൾ ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ട്വിറ്റർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഹാഷ്ടാഗുകളൊക്കെ കൊടുത്ത് ചെയ്യാം. അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഹാഷ്ടാഗുകൾ കൊടുത്ത് ചെയ്യുമ്പോൾ ആരെങ്കിലും ഈ ബ്ലോഗിനെ ട്വിറ്ററിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷെയർ ചെയ്യുന്ന സ്ഥലത്ത് ഈ ഹാഷ്ടാഗുകൾ കാണിക്കുകയും ആ ഹാഷ്ടാഗിൽ ക്ലിക്ക് ചെയ്ത് ഹാഷ്ടാഗ് ലിസ്റ്റിങ്ങിലോട്ട് നമ്മളെ പോസ്റ്റ് പോവുകയും അങ്ങനെ കൂടുതൽ ഇംപ്രഷൻ, നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പോസ്റ്റ് ഇടുമ്പോൾ ഹാഷ്ടാഗുകൾ കൊടുത്ത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഹാഷ്ടാഗ് കൂടെ കൊടുത്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇവിടെ. അപ്പം ഇവിടെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ട്വിറ്റർ കാർഡ് ഡിസ്ക്രിപ്ഷൻ വിത്ത് ഹാഷ്ടാഗുകളാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കൊടുത്ത് ചെയ്യാം. ഒരു 3-4 ഹാഷ്ടാഗ് കൊടുക്കും. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്, SEO എന്ന ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്, കീവേഡ് റിസർച്ച് എന്നുള്ള ഹാഷ്ടാഗ്, പ്രധാനപ്പെട്ട 3 ഹാഷ്ടാഗുകൾ മുകളിലത്തുള്ള 2 സെൻറ്റൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്, 2 ലൈനുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും SEO ടിപ്സ് എന്ന് പറയുന്ന 2 ഹാഷ്ടാഗുകൾ കണ്ടന്റ് കഴിഞ്ഞതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പൺ ഗ്രാഫ് ഓപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഒരു വേർഡ്പ്രസ്സിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെബ് പേജിൻ്റെയോ ഒരു ബ്ലോഗ് പോസ്റ്റിൻ്റെയോ ഓപ്പൺ ഗ്രാഫ് ഓപ്റ്റിമൈസ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൊക്കെ ചെയ്യാം. ഇതുപോലെ തന്നെ ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പേജിനെ
നമ്മൾ സൈറ്റ് ഓഡിറ്റൊക്കെ ചെയ്യുന്ന സൈറ്റ് ഓഡിറ്റിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ യൂട്യൂബ് ഈ ചാനലിനകത്ത് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൈറ്റ് ഓഡിറ്റ് എങ്ങനെ ചെയ്യാം, അവിടെ ഉപയോഗിക്കുന്ന ടൂളുകളെ പറ്റി. ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ടൂള് ഊറാങ്കിൻ്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്. കൂടുതലും ഞാൻ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന വീഡിയോസാണ്. അതിനകത്ത് എങ്ങനെയാണ് വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ, അതൊക്കെ ലൈവായിട്ട് പ്രാക്ടിക്കൽ സെഷൻസ് ആയിട്ട് തന്നെ വിവരിക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ പേജിനെ ഓജ് ചെയ്തതിന് ശേഷം ഈ പേജിനെ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് റീലോഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഊറാങ്കിൻ്റെ പ്ലഗിനിൽ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അനാലിസിസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അനാലിസിസിനകത്ത് SEO അനാലിസിസ് ഒക്കെ നേരത്തെ തന്നെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് കാണാൻ പറ്റും. റോബോട്ടിക്സ് HRF ലാങ് ടാഗ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. HRF ലാങ് ടാഗ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് വെർഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ബ്രോക്കൺ ലിങ്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ട സംഗതിയാണ്. ഈ പേജിനകത്ത് ഒരു ബ്രോക്കൺ ലിങ്ക് ഉണ്ട്. എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാനുള്ള സംഗതി നോക്കേണ്ടതുണ്ട്. ഇനി കണ്ടോ, ഇവിടെ നമുക്ക് മൊബൈൽ ഫ്രണ്ട്ലി ആണ്, അതിൻ്റെ മൊബൈൽ റെൻഡറിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടെയല്ല നമ്മൾ നോക്കാൻ വന്നത്. ഇവിടെ AMP ഒക്കെ ഇനേബിൾഡ് ആണ്. തൊട്ട് താഴെ നമുക്ക് സച്ച് ഡേറ്റ കഴിഞ്ഞിട്ട് ട്വിറ്റർ കാർഡ് ഉണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. OG ടൈറ്റിൽ വന്നിട്ടുണ്ട്, ട്വിറ്റർ കാർഡിൻ്റെ ടൈറ്റിൽ വന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ട്വിറ്റർ സൈറ്റ് കോഡ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി ഒരു ബേസിക് ലെവലിലുള്ള OG ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇമേജ് ഒക്കെ ഇപ്പം ട്വിറ്ററിൽ ആരെങ്കിലും ചെയ്തത് ഇങ്ങനെ വരും എന്ന് കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നുണ്ട്. ട്വിറ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇത്രയും ഹാഷ് ടാഗുകൾ ഇപ്പോൾ കൊടുത്ത എല്ലാ സാധനങ്ങളും ടൂളിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. ഇമേജ് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത്രയും ആണ് നമുക്ക് OG ഒപ്റ്റിമൈസേഷൻ വേർഡ്പ്രസ്സിൽ ഉള്ള ഒരു പ്ലഗിൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടത്. നമ്മുടെ ആൾറെഡി ചെയ്യുന്ന പല SEO പ്രാക്ടീസുകളിലൊപ്പം തന്നെ ഓപ്പൺ ഗ്രാഫ്, AMP പോലുള്ള അഡ്വാൻസ്ഡ് പ്രാക്ടീസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകളിലേക്ക് മാറാനും നമ്മുടെ പേജ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഓപ്പൺ ഗ്രാഫ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് പബ്ലിഷ് ചെയ്യുന്ന ചാനലാണിത്. ചാനലിനകത്തുള്ള കണ്ടൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സോ ക്ലാരിറ്റി കിട്ടാനൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്തും വീഡിയോ ഡിസ്ക്രിപ്ഷനകത്തും കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.